നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത മേധാവി അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അടുത്ത അവകാശിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമേനിയും കൊല്ലപ്പെട്ടതായി സൂചനകൾ. കാരണം കഴിഞ്ഞ ദിവസം തന്റെ പിതാവിന്റെ ഖബറടക്കത്തിന് 15 ലക്ഷത്തോളം ആളുകളാണ് ഇറാനിൽ തടിച്ചുകൂടിയത്. അപ്പോൾ ഈ 15 ലക്ഷം ആളുകൾക്കും അമേരിക്കയും അതുപോലെ തന്നെ മൊസാദിനെയും ഒന്നും ഭയമില്ലാത്ത ഇവർ അപ്പോൾ അച്ഛന്റെ മൃതശരീരം കാണാൻ മകൻ എന്തുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തന്റെ കൊക്കിന് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പ് ഒരംശമെങ്കിലും ആ ശരീരത്തിൽ അവശേഷിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവസാനമായി ഖമേനിയെ കാണാൻ മുസ്തഫ എത്തുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുസ്തഫ എത്താത്തത് കൊണ്ട് തന്നെ നിലവിൽ മുസ്തഫ ജീവനോടുകൂടി ഇല്ല എന്ന് പലരും വിധി എഴുതി കഴിഞ്ഞു. മുസ്തഫയെ കൂടാതെ അവരുടെ 3 സഹോദരന്മാരും എത്തിയിരുന്നു ഈ ഒരു ചടങ്ങിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ടെന്നും ചികിത്സയിലാണെന്നുമാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അയത്തുള്ളയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ മുസ്തഫ ഖമേനി വരാതിരുന്ന സാഹചര്യത്തിൽ മകനും കൊല്ലപ്പെട്ടതായാണ് വിദേശ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 8 ലക്ഷം പേർ പങ്കെടുത്ത, അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങിൽ സുരക്ഷാ കാരണങ്ങളാലാണ് മുസ്തഫ ഖമേനി പങ്കെടുക്കാതിരുന്നത് എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുമ്പോഴും പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും മുസ്തഫ ഖമേനി പങ്കെടുക്കാതിരുന്നത് ഭരണകൂട വൃത്തങ്ങളിലും രാജ്യാന്തര തലത്തിലും വലിയ രീതിയിലുള്ള ദുരൂഹതകൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് അയത്തുള്ള ഖമേനിയുടെ മരണത്തിന് ഇടയാക്കിയ അതേ ആക്രമണത്തിലാണ് മുസ്തഫയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാലും ഒരു കൈയും നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ആഴ്ചകളോളം അബോധാവസ്ഥയിലായിരുന്നുവെന്നും നിലവിൽ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അന്ന് ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പൊതുവേദികളിൽ ഒട്ടും തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. വധശ്രമത്തിൽ മുസ്തഫയുടെ മുഖത്തിന് ഗുരുതരമായി വൈരൂപ്യം സംഭവിക്കുകയും കൈകാലുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കാലിൽ 1-ലധികം ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നതായും ഈ പ്രോസ്തെറ്റിക് കാലുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറലുകളാണ് നിലവിലെ ഭരണകാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ 2ാമത്തെ മകനും രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങളിൽ വർഷങ്ങളായി നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയുമാണ് മുസ്തഫ ഖമേനി. അയത്തുള്ള ഖമേനിയുടെ ഓഫീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നതും മുസ്തഫയായിരുന്നു. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിലും മുസ്തഫ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. നിലവിൽ അദ്ദേഹം ഒരു രഹസ്യ കേന്ദ്രത്തിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ മരുമകൻ 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും അദ്ദേഹത്തിനൊപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, സംസ്കരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാൻ നേരെ നടത്തിയ ആക്രമണത്തിലാണ് 36 വർഷക്കാലം പരമോന്നത നേതൃ പദവിയിൽ തുടർന്ന അയത്തുള്ള അലി ഖമേനി കുടുംബവും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മുസ്തഫ ഖമേനിയുടെ ഭാര്യ സഹറ സഹാദ് ആദലും കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഭാര്യയുടെ സംസ്കാര ചടങ്ങിലും മുസ്തഫ ഖമേനി പങ്കെടുത്തിരുന്നില്ല. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഖനാവിയിൽ മറ്റ് 3 ആൺമക്കൾ എത്തിയെങ്കിലും പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുസ്തഫ ഖമേനിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഇറാനികൾക്ക് ഒരു പരമോന്നതനില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്ന സുരക്ഷാ കാരണങ്ങളാലാണ് മുസ്തഫ പൊതുവേദിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഖമേനിയുടെ മരണശേഷമാണ് മുസ്തഫ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തെരഞ്ഞെടുത്തത്. വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നിർണായക പ്രഖ്യാപനം. ആരാണ് ഈ 3 മക്കൾ? അലി ഖമേനിക്ക് മൊത്തം 4 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. ഇതിൽ രാഷ്ട്രീയമായും ഭരണപരമായും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് മുസ്തഫ ഖമേനിക്കാണ്. എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത മറ്റു 3 പേർ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒന്ന്, മുസ്തഫ ഖമേനി. അലി ഖമേനിയുടെ ഏറ്റവും മൂത്ത മകനാണ് മുസ്തഫ. 1965-ൽ ജനിച്ച ഇദ്ദേഹം ഒരു ഷിയ പുരോഹിതനാണ്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ സജീവ രാഷ്ട്രീയത്തിൽ നിന്നോ പൂർണ്ണമായും അകലം പാലിക്കുന്ന മുസ്തഫ ഇറാനിലെ പ്രധാന മതപഠന കേന്ദ്രമായ ഖോമിൽ ഉന്നത മതപഠനത്തിലും അധ്യാപനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അയത്തുള്ള അസീസ് ഘോഷ്വാഗിന്റെ മകളെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. തന്റെ സഹോദരൻ മുസ്തഫയെ പോലെ ഭരണകാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെടാറേ ഇല്ല. 2, മസൂദ് ഖമേനി എന്ന് പറയും. മുസൈൻ ഖമേനി എന്നും അറിയപ്പെടുന്ന ഈ മസൂദ് അലി ഖമേനിയുടെ 3ാമത്തെ മകനാണ്. ഇറാനിലെ
മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന കമാൽ ഖരാസിയുടെ അനന്തരവളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഇറാന്റെ പരമോന്നത നേതാവിന്റെ കൃതികളും രചനകളും സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഔദ്യോഗിക കാര്യാലയത്തിന്റെ ചുമതലകളാണ് ഈ മസൂദ് സജീവമായിട്ടുള്ളത്. പിതാവിന്റെ വിലാപയാത്രയിൽ ഏറ്റവും കൂടുതൽ വികാരഭരിതനായി കാണപ്പെട്ടതും ഇദ്ദേഹത്തെ തന്നെയാണ്. 3. മെയ്സം ഖമേനി എന്ന് പറയും. ഖമേനിയുടെ ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഈ മെയ്സം എന്ന് പറയുന്നത്. തെഹ്റാനിലെ ഒരു പ്രമുഖ വ്യാപാരിയായ മഫൂദ് ലൊലാജിയന്റെ മകളെയാണ് ഈ മെയ്സം വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഭരണതലത്തിൽ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ മുസ്തബയ്ക്കുള്ള അത്ര സ്വാധീനം ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്തബ എത്താതിരുന്നപ്പോൾ, അതായത് മറ്റ് ഭരണ കേന്ദ്രങ്ങളിലും എന്നാൽ ഭരണത്തിൽ ഒട്ടും തന്നെ തെല്ലും ഒരു അഭിപ്രായം പോലും പറയാത്ത വ്യക്തികളടക്കമുള്ള 3 പേരും അവിടെ എത്തുമ്പോൾ മുസ്തബ എത്താതിരുന്നത് തീർച്ചയായിട്ടും ഇറാൻ നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ഇറാനിൽ ഇപ്പോൾ തലവനായി ഇറാനിലെ ജനങ്ങളെ നോക്കാൻ ആരുമില്ല, അവിടെ ശൂന്യത ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫ മരണപ്പെട്ടു എന്ന് പലരും വ്യക്തമാക്കുന്നത്. What?